നമസ്കാരം. മുഖ്യമന്ത്രി വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് തുമ്പമൺ ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെറാഫിം പറഞ്ഞതായി വാർത്തകളിൽ കണ്ടു. ഈ ഭദ്രാസനാധിപന് മുഖ്യമന്ത്രി പി വിജയനെ ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു. അഹങ്കാരത്തിന്റെ മൂർത്തീഭാവമായ ഇദ്ദേഹം ഇന്ന് വരെ വിമർശനങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടോ? കടക്കുപുറത്ത് വിരട്ടലും വിലപേശലും ഇവിടെ വേണ്ട, മാറി നിക്കങ്ങോട്ട് തുടങ്ങിയ ധാർഷ്ട്യ പ്രകടനങ്ങളല്ലാതെ ആ നാവിൽ നിന്ന് നല്ല വാക്കെന്തെങ്കിലും ഈ ഭൂമി മലയാളം കേട്ടിട്ടുണ്ടോ? ഇടതു സഹയാത്രികനായിരുന്നിട്ട് കൂടി നിരണം ഭദ്രാസനം മുൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസിന് കണക്കിന് കൊടുത്തത് കണ്ടിട്ടും തുമ്പമൺ ഭദ്രാസനാധിപൻ പിണറായിയെ ഉപദേശിക്കാൻ നോക്കുകയാണോ? വിമർശനങ്ങളെ പോസിറ്റീവായി കണ്ട് തിരുത്തലുകൾ വരുത്തണമെന്നും ഭദ്രാസനാധിപൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമർശനം, പോസിറ്റിവിറ്റി എന്നീ വാക്കുകളോട് സഖാവിന് തികഞ്ഞ അസഹിഷ്ണുതയാണെന്ന് ഈ മലയാള മണ്ണിൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സഖാവ് വിജയൻ പറയുന്ന വിവരക്കേടുകൾ സഖാക്കന്മാർക്ക് തേൻതുള്ളികളായിരിക്കും. മനസ്സിൽ തള്ളക്കി വിളിച്ചിട്ട് ലൈക്ക് കൊടുക്കുകയാണ് പതിവെന്ന് അണികളിൽ പലരും സ്വകാര്യമായി പറയാറുള്ളത് വേറെ കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ വികാരമാണെന്നും CPM എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അത് ഒരു യാഥാർത്ഥ്യമാണെന്നുമായിരുന്നു ഗീവർഗീസ് മാർ കൂർലോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, മോശമായ പോലീസ് നയം, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെയുള്ള അഴിമതി, പെൻഷൻ മുടങ്ങിയത്, പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമ രാഷ്ട്രീയം, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയവയും ഈ തോൽവിക്ക് കാരണമാണ്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ്. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികൾ വരും. പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആകരുത്. രോഗം ആഴത്തിലുള്ളതാണ്, ചികിത്സയും ആഴത്തിൽ വേണം. ഇടതുപക്ഷം ഇടത്തു തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല എന്നൊക്കെ പറയുന്നത് പിണറായി ഒഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലാകും. അധികാരം തലയ്ക്ക് പിടിച്ച് സ്വേച്ഛാധിപതിയായി വാഴുന്ന, ഇപ്പോഴും പാർട്ടി സെക്രട്ടറി എന്ന മനോനിലയിൽ മാത്രം തുടരുന്ന സഖാവ് പിണറായിക്ക് തിരിച്ചറിവും ബോധവും ഒന്നും ഇനിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. CPM നേതാക്കന്മാർ ഉൾപ്പെടെ പിണറായിയുടെ നയങ്ങളെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടിച്ചമർത്തൽ എവിടെയുണ്ടോ അവിടെ വിപ്ലവം പിറക്കും. അതാണ് തൃശ്ശൂരിലെ ജനങ്ങൾ പഠിപ്പിച്ചത്.